ഹായ് ഓൾ, എൻ്റെ പേര് അശ്വതി. ഏഷ്യയിലെ ഡെവലപ്ഡ് കൺട്രിയായ സിംഗപ്പൂർ നമ്മൾ സ്റ്റഡീസിനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സിംഗപ്പൂരിൽ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടി സിംഗപ്പൂർ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിസ പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിംഗപ്പൂരിൽ നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പറയുന്നത് സ്റ്റുഡൻറ്റ് പാസ് എന്നും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന് നമ്മൾ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് എന്നുമാണ്. സിംഗപ്പൂർ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സിന് മാക്സിമം എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 15 days to 1 month ആണ്. അതുപോലെ തന്നെ ഒരു ഫോറിൻ സ്റ്റുഡൻറ്റിന് സിംഗപ്പൂർ തങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സിംഗപ്പൂരിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ 30 days കൂടുതൽ ആ സ്റ്റുഡൻറ്റിന് അവിടെ തങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് പാസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവിടുന്ന് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമുക്കൊരു 15 days to 1 month മാത്രമേ നമുക്ക് വിസ പ്രോസസ്സിങ്ങിന് സമയം വേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് നമുക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയ ശേഷം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ്. പക്ഷെ നമ്മളെപ്പോഴും ഒരു 2 months പ്രയറായിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. 2 ടൈപ്പ് സ്റ്റുഡൻറ്റ് വിസയാണ് നമുക്ക് വരുന്നത്. 2 ടൈപ്പ് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ ഒരെണ്ണം നമുക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു ഷോർട്ട് ടേം കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടേം സ്റ്റുഡൻറ്റ് പാസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരു ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ലോങ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലോങ് ടേം സ്റ്റുഡൻറ്റ് പാസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്രോഗ്രാം. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് കോഴ്സസ്, വൊക്കേഷണൽ കോഴ്സസ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ അടുത്ത സ്റ്റുഡൻറ്റ് ടൈപ്പ് വിസ എന്ന് പറയുന്നത്. സിംഗപ്പൂർ സ്റ്റഡി വിസയ്ക്ക് 2 ടൈപ്പ് ഓഫ് ഫീസാണ് നമുക്ക് വരുന്നത്. ഒന്ന് വിസ പ്രോസസ്സിംഗ് ഫീ ഉണ്ട്, അതുപോലെ തന്നെ വിസ ഇഷ്യൂവൻസ് ഫീ ഉണ്ട്. വിസ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് നമ്മൾ 30 GSD നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ 30 GSD നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ എമൗണ്ട് എന്ന് പറയുന്നത് റീഫണ്ടബിൾ അല്ല. ഇനി സെക്കൻഡ് ഫീ എന്ന് പറയുന്നത് വിസ ഇഷ്യൂവൻസ് ഫീ ആണ്. വിസ ഇഷ്യൂവൻസ് ഫീ എന്ന് പറയുന്നത് 60 GSD ആണ്. ഇത് കൂടാതെ നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി നടത്തുന്ന സമയത്ത്, അതായത് നമ്മളിപ്പം അക്കാഡമിക് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് പോവുകയും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ച് വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി ഫീ ആയിട്ടുള്ള 30 GSDയും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ 2 ഫീസും കൂടെ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റുഡൻറ്റ് പാസ് ഇഷ്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് സിംഗപ്പൂർ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിക്വയർഡ് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കറണ്ട് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം വേണം. നമ്മുടെ ഒറിജിനൽ റെസിപ്റ്റ് വേണം. നമ്മൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്തതിൻ്റെ റെസിപ്റ്റ് വേണം. അതുപോലെ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ഇൻവിറ്റേഷൻ ലെറ്റർ വേണം. പിന്നെ നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ്, ഓരോ കോഴ്സിൻ്റെയും നിങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കോഴ്സിൻ്റെയും ട്രാൻസ്ക്രിപ്റ്റ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ LOR, അങ്ങനെയുള്ള ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ആവശ്യമാണ്. നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. അതായത് നിങ്ങൾക്ക് സിംഗപ്പൂരിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ലിവിങ് എക്സ്പെൻസും ട്യൂഷൻ ഫീയും ഒക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കണം. സിംഗപ്പൂർ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വയറീസോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.